നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടുന്നു. നടന്നത് വൻ കൊള്ളയെന്ന SITയുടെ കണ്ടെത്തൽ. പ്രഭാമണ്ഡലത്തിലെയും ശിവവ്യാളി രൂപങ്ങളിലെയും സ്വർണം കവർന്നുവെന്നും അന്വേഷണ റിപ്പോർട്ട്. നഷ്ടമായത് 7 പാളികളിലെ സ്വർണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡൽഹി യാത്രയെക്കുറിച്ച് SITക്ക് മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി. സോണിയാഗാന്ധിയെ കണ്ടതിനെക്കുറിച്ചും വിശദീകരണം. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്ന് അടൂർ പ്രകാശ്. തിരുവനന്തപുരം കണിയാപുരത്ത് വൻ ലഹരിവേട്ട. MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമായി IT ജീവനക്കാരും ഡോക്ടറുമടക്കം 7 പേർ പിടിയിൽ. പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറി. തിരുവനന്തപുരം ഉള്ളൂരിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചത് നെടുമങ്ങാട് അഴീക്കോട് സ്വദേശി ഫവാസ. കാർ യാത്രികരായ 4 പേർ പോലീസ് പിടിയിൽ. ഇടുക്കി കരിങ്കുന്നത്തിന് സമീപം ബസ് അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 12 പേർക്ക് പരിക്ക്. തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. സാധാരണക്കാരുടെ പുതുവർഷ പ്രതീക്ഷകൾക്ക് ഇരുട്ടടി. പാചകവാതക സിലിണ്ടർ വില കൂട്ടി. സിലിണ്ടർ വിലയിൽ 111 രൂപയുടെ വർധനവ്. തിരുവനന്തപുരം കണിയാപുരത്ത് വൻ ലഹരിവേട്ട. 2 ഡോക്ടർമാരും 2 യുവതികളും IT ജീവനക്കാരുമടക്കം 7 പേർ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്ന് MDMAയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. വിവരങ്ങളുമായി സജാദ് ചേരുന്നുണ്ട്. സജാദ്, തിരുവനന്തപുരത്താണ് വലിയൊരു ലഹരിവേട്ട നടന്നിരിക്കുന്നത്. ഈ ഒരു 7 പേരടങ്ങുന്ന സംഘം, അതിൽ യുവതികളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെയായിരുന്നു തിരുവനന്തപുരം കണിയാപുരത്ത് വീട് വളഞ്ഞ് പോലീസ് സംഘം 7 പേരെ പിടികൂടിയത്. ഇതിൽ ഒരു BDS വിദ്യാർത്ഥിനിയും ഒരു ഡോക്ടറും ഉണ്ടെന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന സംഭവം. തിരുവനന്തപുരത്ത് ലഹരി പുതുവത്സരവുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയായിരുന്നു. MDMAയും ഹൈബ്രിഡ് കഞ്ചാവും അടക്കം ആണ് പിടികൂടിയത്. ഡോക്ടറും BDS വിദ്യാർത്ഥി ഉൾപ്പെടെ 7 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശിയായ ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, BDS വിദ്യാർത്ഥിനിയായ കൊട്ടാരക്കര സ്വദേശി ഹലീന, നെടുമങ്ങാട് മണ്ണാർക്കോണം സ്വദേശി അസീം, കൊല്ലം ആയൂർ സ്വദേശി അവിനാശ്, തൊളിക്കോട് സ്വദേശി അജിത്ത്, പാലോട് സ്വദേശിനി അൻസിയ, കൊല്ലം ഇളമാട് സ്വദേശിനി ഹരീഷ് എന്നിവരെയാണ് ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ പോലീസ് സംഘം ചേർന്ന് പിടികൂടിയത്. ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയിരിക്കുന്നത്. കണിയാപുരത്ത് തോപ്പിൽ ഭാഗത്തെ വാടക വീട്ടിൽ നിന്നാണ് ഇവരെ ലഹരിമരുമായി പോലീസ് പിടികൂടിയത്. പ്രതികളിൽ വിഘ്നേഷ് ദത്തനും MBBS ഡോക്ടറാണ്. ഹലീന BDS വിദ്യാർത്ഥിനിയുമാണ്. അവിനാശ് IT ജീവനക്കാരനാണ്. അസീം, അജിത്ത്, അൻസിയ എന്നിവർ മുൻപ് നിരവധി ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയാണ്. ഇവർ 3 പേരും ബാംഗ്ലൂരിൽ നിന്ന് ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിന്റെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, എല്ലാ മേഖലയിലും യുവാക്കളാണ് ഇതിൽ പിടികൂടിയിരിക്കുന്നത്. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാണ്. ഞെട്ടിക്കുന്ന സംഭവമാണ്. അതായത് ഇന്നലെ പോലീസ് പറയുന്നത്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ അസീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാറിൽ പോകുന്നതിനിടയിൽ പോലീസ് കൈ കാണിച്ചു. ഇതിനെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിൽ ഇവർ പോലീസിനെയും തട്ടി മാറ്റിക്കൊണ്ട് പോലീസ് ജീപ്പിൽ കാർ ഇടിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. തുടർന്ന് ഇവർ കണിയാപുരത്തെ വാടക വീട്ടിലുണ്ടെന്ന വിവരം പോലീസ് ലഭിച്ചു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരിയുമായി ഈ 7 അംഗ സംഘം പിടികൂടുന്നത്. തലസ്ഥാനത്ത് പല ഭാഗങ്ങളിലും മൊത്ത കച്ചവടക്കാർ ഇതിൽ പെടുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ ഈ ബന്ധപ്പെടുന്നതും. കൊല്ലത്തും കൊട്ടാരക്കരയിലുമുള്ളവരുമായി തിരുവനന്തപുരത്തേക്ക് ബന്ധം സ്ഥാപിക്കുന്നതും ഫോൺ വഴിയാണ്, കച്ചവടം വഴിയാണ്. ഇവർ നേരത്തെയും കച്ചവട സംഘത്തിൽ പെടുന്ന ആളുമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരിൽ നിന്നും 4 ഗ്രാം MDMAയും 1
ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവുമാണ് പോലീസ് കണ്ടെടുത്തത്. ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് 3000-ഓളം രൂപ വില വരുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ പ്രതികൾ സഞ്ചരിച്ച 2 കാറുകളും 2 ബൈക്കുകളും 10 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത പ്രതികളെ കടിഞ്ഞാങ്കുളം പോലീസ് കൈമാറി. റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പരിശോധന നടത്തിയത്. പക്ഷേ പോലീസ് ആദ്യം കൈ കാണിച്ച് നിർത്താതെ പോയ പ്രതികളെയാണ് ആദ്യം പോലീസ് പിടികൂടാൻ ചെന്നത്. പക്ഷേ പ്രതികളെ പിടികൂടുമ്പോഴാണ് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിൽ MBBS ഡോക്ടർ സംഘമുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഈ സംഘമാണ് ഈ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്നത് പോലും. ഈ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തലസ്ഥാനത്ത് ഇന്ന് രാവിലെ പുതുവത്സര ദിനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 7 പേരടങ്ങുന്ന യുവാക്കളും യുവതികളും അടങ്ങുന്ന സംഘം പിടികൂടിയിരിക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള മാരക സിന്തറ്റിക് ലഹരി മരുന്നുകളുമായാണ് ഈ സംഘം പോലീസിന്റെ പിടിയിലാവുന്നത്. സജാദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് കണിയാപുരത്താണ് വൻ ലഹരിവേട്ട നടന്നിരിക്കുന്നത്. 2 ഡോക്ടർമാരും 2 യുവതികളും അടക്കം 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. അവരുടെ പക്കൽ നിന്നും MDMAയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കണിയാപുരം തോപ്പിൽ ഭാഗത്തെ വാടക വീട്ടിൽ നിന്നാണ് ഇവരെ ലഹരി മരുന്നുമായി പോലീസ് പിടികൂടുന്നത്. പ്രതികളിൽ വിഘ്നേഷ് ദത്തൻ MBBS ഡോക്ടറാണ്. അതേസമയം തന്നെ ഹലീന 2 യുവതികളും ഈ സംഘത്തിലുണ്ട്. അതിലൊരു യുവതി BDS വിദ്യാർത്ഥിനിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവരാണ് ഈ ബാംഗ്ലൂരുവിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കുമൊക്കെ വിതരണം ചെയ്യുന്നത് എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഒരു സംഘത്തിലെ ഒരു വ്യക്തിയുമായി നേതൃത്വത്തിൽ സംഘം കാറിൽ പോകുന്നതിനിടെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള ചിറക്കര മധു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ചിറക്കര മധു. നമസ്കാരം. ഇപ്പോൾ വീണ്ടും ഒരു ലഹരിവേട്ട, അതും തലസ്ഥാനത്താണ് നടന്നിരിക്കുന്നത്. ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. 7 പേരടങ്ങുന്ന സംഘമാണ്. അതിൽ ഈ ഡോക്ടർമാരും ഒരു BDS വിദ്യാർത്ഥിനിയും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് കൂടുതൽ ഞെട്ടിക്കുന്നത്. ഈ ഒരു ഡോക്ടർമാരൊക്കെയാണ് സാധാരണക്കാരെ ചികിത്സിക്കാനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ളവർ തന്നെ ഇത്തരം കേസുകളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതെ, വളരെ ശരിയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അത് ഞെട്ടലുളവാക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പോലീസിനെയും എക്സൈസിനെയും സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമല്ല. കാരണം 3 വർഷം മുമ്പ് തൃശ്ശൂരിൽ ഒരു ഡോക്ടർ തന്നെ വിൽപ്പനക്കാരൻ ആയിരുന്ന ഒരു കേസ് നമ്മൾ പിടിക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കൺസ്യൂമർമാരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്മൾ അതിശയിക്കുകയും ചെയ്ത ഒരു സംഭവം നടന്നിട്ടുണ്ട് 3 വർഷം മുമ്പ്. അതുകൊണ്ട് ഇത് എക്സൈസിനെയും പോലീസിനെയും സംബന്ധിച്ച് പുതുമയാർന്ന കാര്യമല്ല. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ മഹത്തായ ജോലികൾ ചെയ്യുന്നു നമ്മൾ കരുതുന്ന ചില വിഭാഗത്തിൽ നിന്നും ഇത്തരക്കാർ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്താഗതി വാസ്തവത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്നത് മാത്രമല്ല, അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളത് ശരിയാണ്. തീർച്ചയായും ഇത് എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ലഹരി വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുകയാണ്. കഞ്ചാവും മറ്റ് രാസലഹരികളൊക്കെ എത്തിക്കുന്നു, അത് വിൽക്കപ്പെടുന്നു, അത് പിടികൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരുപാട് മക്കളൊക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അവരൊക്കെ കണ്ടു പഠിക്കുന്നതും അല്ലെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാനുള്ള രീതിയിലേക്കൊക്കെ അവരും ചെറിയ പ്രായത്തിൽ തന്നെ മാറുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് കൂടുന്നത്? അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടി വരുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് മയക്കുമരുന്ന് വ്യാപാരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യാപാരമാണ്. അതായത് 1 രൂപ മുടക്കുന്ന ആളിന് 5 രൂപ കിട്ടുന്ന തരത്തിലുള്ള ലാഭവിഹിതമാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ വളരെ ഉന്നതന്മാരെന്ന് കരുതുന്ന പല ആളുകളും മയക്കുമരുന്നിന്റെ കച്ചവടത്തിന്റെ ഏറ്റവും തലപ്പത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവർ ഓരോരോ വിഭാഗത്തിലും വിൽപ്പന നടത്തുന്നതിന് അതാത് വിഭാഗത്തിലുള്ള ആളുകളെ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വർഷം 2025 തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്നത് അവിടെ തന്നെ പഠിക്കുന്ന ഹോസ്റ്റലിലുള്ള കുട്ടികൾ തന്നെയാണ് പ്രത്യേക പൊതികളാക്കി വിതരണം ചെയ്യുന്നത്. അതുപോലെ ഡോക്ടർമാരുടെയും അത്തരത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് സാധാരണക്കാരെ കൊണ്ട് കഴിയത്തില്ല. ഒരു സാധാരണക്കാരൻ ഡോക്ടർമാരുടെ ഒരു സംഘത്തിലേക്ക് കടന്നു കയറി അവർക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് ഡോക്ടർമാരെ തന്നെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക എന്ന് പറയുന്നതാണ്. അതിന് എളുപ്പവഴി എന്ന് പറയുന്നത് ഡോക്ടർമാർ പഠിക്കുന്ന സമയത്ത് MBBS-നോ BDS-നോ പഠിക്കുന്ന സമയത്ത്
അവരുടെ പഠനത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ കഠിനമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ പരീക്ഷകളാണ്, സാധാരണ പോലുള്ള പരീക്ഷകളല്ല. അപ്പൊ അത്തരം പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സ് ശാന്തമാവാൻ, ബുദ്ധി വർദ്ധിക്കാൻ, ഓർമ്മ നിലനിർത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഈ പറയുന്ന മയക്കുമരുന്നിലേക്ക് അടിമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘം ആ കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ സഹായത്താൽ ഇവരെ ഇത്തരത്തിൽ മയക്കുമരുന്നിന് 1-2 തവണ ഉപയോഗിക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയും അതിനുശേഷം ഇവരെ ഇതിന് അടിമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഉയർന്ന ലോബിയിൽ തന്നെ കണക്ഷൻ കിട്ടുകയും അവരെ ആദ്യം ഉപഭോക്താവും പിന്നീട് വിതരണക്കാരനും പിന്നെ വിൽപ്പനക്കാരനുമാക്കി മാറ്റുന്ന തന്ത്രമാണ് നമ്മുടെ കേരളത്തിലുള്ള മയക്കുമരുന്ന് ലോബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ 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 ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ ഉണ്ടാവുന്നുണ്ടോ? കൃത്യമായി തന്നെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോ ഈ ഇത്തരത്തിൽ കാണുന്ന ഈ ക്യാച്ചുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവർ പരസ്പരം ഇൻഡിവിജ്വലായിട്ട്, വ്യക്തിപരമായിട്ട്, വളരെ പേഴ്സണലായിട്ട് കൈമാറുന്ന മെസ്സേജുകൾ പോലും പോലീസുകാർ അത് സ്വീകരിച്ച് അതിനകത്തുനിന്ന് നടപടി ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത്തരക്കാരെ നമ്മൾ പിടികൂടാൻ നമുക്ക് കഴിയുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിൽ ഒരാളിനെ പിടികൂടുമ്പോൾ തന്നെ ഒരു 100 പേര് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം 100 പേരെ അടിമപ്പെടുത്താൻ ഈ പറയുന്ന ഒരു ഡോക്ടർ മതിയാവും. അപ്പൊ അത് അങ്ങനെ പിടികൂടാൻ പോലീസിന് കഴിയുന്ന അവർ നടത്തുന്ന അധ്വാനത്തിന്റെ ഫലമാണ്. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂരുവിൽ നിന്നാണ് ഇവർ ഈ ലഹരി മരുന്ന് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം കർണാടക അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായി തന്നെ സെർച്ചിങ് കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതാണ്. എന്നിട്ട് പോലും ഈ ഒരു സംഭവങ്ങളൊക്കെ അത് അതിർത്തി കടന്ന് ഇങ്ങ് കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചുറ്റിലും പോലീസുകാരുടെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നിട്ട് പോലും ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ ഈ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ അതിനും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല ഇവർക്ക്. അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക വിഭാഗക്കാരെ പോലീസോ എക്സൈസോ പരിശോധന നടത്തുമ്പോൾ സാധാരണഗതിയിൽ പരിശോധിക്കാറില്ല. ഇപ്പൊ നമ്മൾ എക്സൈസുകാരോ പോലീസുകാരോ പരിശോധന നടത്തുമ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്ന ഒരു ഡോക്ടർ, മാന്യമായ വേഷം ധരിച്ച ഒരാള് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആ കാർ പരിശോധിക്കാതെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രിവിലേജ് ദുരുപയോഗം ചെയ്യാൻ ഇവര് തുനിയുന്നതാണ് ഇതിന്റെ പ്രശ്നം. പക്ഷേ ഇത്തരക്കാരെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ കിട്ടിയിട്ടാണ് പോലീസോ എക്സൈസോ പരിശോധന നടത്തുന്നത്. കൃത്യമായും അവരുടെ വാഹനവും അവരുടെ ദേഹപരിശോധനയും നടത്തി നമ്മൾ പിടികൂടിയിരിക്കും. നോർമലി സംഭവിക്കുന്നത് ഒരു ഡോക്ടറാണെന്നോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള സമൂഹത്തിലെ ഉയർന്ന ശ്രേണിയിൽപ്പെടുന്ന ഒരാളാണെന്ന് നമ്മളോട് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അവരെ വിശ്വസിച്ച് ആ പ്രിവിലേജ് നൽകി വിടും. അപ്പൊ ആ ഒരു ധാരണയിലായിരിക്കും ഒരുപക്ഷെ അവർ കടത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള നിയമങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. ഈ ഒരു നിയമങ്ങളിലൊന്നും അല്ലെങ്കിൽ ഇത്തരം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയൊന്നും പ്രോപ്പറായിട്ട് കൊടുക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടിരുന്നു, ഈ പിടിച്ചു വെച്ചിരിക്കുന്ന കഞ്ചാവ് അത് എലി കഴിച്ചു എന്ന പേരിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ആ കേസ് തള്ളിപ്പോകുന്ന സാഹചര്യം, ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതും കേരളത്തിൽ തന്നെ. അത് പക്ഷേ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ മയക്കുമരുന്ന് കേസുകളിൽ എക്സൈസിന്റെയും പോലീസിന്റെയും മയക്കുമരുന്ന് കേസുകളിൽ 100 പേരെ നമ്മൾ ട്രയൽ ചെയ്താൽ 90 പേർക്ക് ശിക്ഷ കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 90-ലധികം പേർക്ക് ശിക്ഷ കിട്ടുന്ന അവസ്ഥയാണ്. അതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ധാരണയില്ല. വളരെയധികം നന്ദി ശ്രീ ചിറക്കര മധു ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് കണിയാപുരത്ത് വൻ ലഹരിവേട്ട നടന്നിരിക്കുന്നത്. 2 ഡോക്ടർമാരും 2 യുവതികളും IT ജീവനക്കാരും അടക്കം 7 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും. ഇവരുടെ പക്കൽ നിന്നും MDMAയും കഞ്ചാവും അടക്കം ഹൈബ്രിഡ് കഞ്ചാവും അടക്കം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അളവ് വളരെ കുറവാണെങ്കിൽ പോലും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 4 ഗ്രാം MDMAയും 100 ഗ്രാം സാധാരണ കഞ്ചാവുമാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും പ്രതികളുടെ 2 കാറുകളും 2 ബൈക്കുകളും 10 മൊബൈൽ ഫോണുകളുമാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തകനും അതേസമയം തന്നെ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ശ്രീ CB വിജയകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം CB വിജയകുമാർ. നമസ്കാരം. ഇപ്പോൾ പുതുവർഷം തുടങ്ങിയിരിക്കുകയാണ്, അതും ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലൂടെ തന്നെയാണ്. നമുക്കറിയാം കഞ്ചാവ് വേട്ടയൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഡോക്ടർമാരും യുവതികളും ഒക്കെ ഈ ഇതിൽ ചേരുന്നു, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ളൊരു സംഘമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്.
സമീപകാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇതിനകത്ത് വളരെ പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള കുട്ടികളും പ്രത്യേകിച്ച് ഡോക്ടർമാരും ഒക്കെ ഇത്തരം കേസുകളിൽ പെട്ടുപോവുകയാണ്. ഇത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ ഇവരിത് ഉപയോഗിക്കാൻ വേണ്ടി ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നു. അത് കഴിയുമ്പോൾ ഇതിന്റെ കാര്യറായി പലരും മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂര് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരുന്നു. പലയിടത്തും ഇത്തരത്തില് ഡോക്ടർമാരെയും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലാ ജയിലില് MDMA ഉപയോഗിക്കുന്ന ഒരു 40ഓളം പേര് കേസിൽ പ്രതിയായി അവിടെ ഉണ്ട്. അവർക്കൊരു ക്ലാസ് എടുക്കാനെ കൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു. അവിടെയും BDS കഴിഞ്ഞ ഒരു ഡോക്ടർ പയ്യൻ, ബിടെക് കഴിഞ്ഞ കുട്ടികൾ ഒക്കെ അതിനകത്തുണ്ട്. ഇതൊരു അപകടകരമായ അവസ്ഥയിലൂടെ പോവുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഡിമാൻഡ് കൂടുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം നമുക്കറിയാം, ഈ പുതിയ ജനറേഷനുള്ള അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ വരെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മൾ നിരന്തരം വാർത്തകളിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള കരിയേഴ്സായി ഇവരുടെ കൈകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം അതും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഇത് ഒരു പഴയ കാലത്ത് ഈ ചാരായമോ അങ്ങനെ കഞ്ചാവോ ഒക്കെ ഉള്ളത് ഉപയോഗിക്കുന്നതിന് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലിക്കറൊക്കെ ആകുമ്പോൾ ഗ്ലാസ് വേണം, അത് കുടിക്കാനുള്ളൊരു സൗകര്യം വേണം. ഇതൊക്കെ വളരെ ഒരു മൈനർ ക്വാണ്ടിറ്റി മതി. ഇപ്പൊ MDMA ആണെങ്കിൽ 1 ഗ്രാം ഉണ്ടെങ്കിൽ ഒരു 40 പേർക്ക് വരെ ഉപയോഗിക്കാം. ഹൈബ്രിഡ് കഞ്ചാവും ഏതാണ്ട് അത്തരത്തിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി കയ്യിൽ മതി. ഇത് കൊണ്ടു നടക്കാൻ സൗകര്യമുണ്ട്, ഉപയോഗിക്കാൻ സൗകര്യമുണ്ട്. ഇതൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരികയാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ സ്കൂളുകളൊക്കെ എടുക്കുകയാണെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റുമുള്ള ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടുള്ള കടകളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അത് അത്രയും പ്രാവർത്തികമാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെറിയ കടകളിൽ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇത് കാര്യമായിട്ട് നമുക്ക് ഇതിനൊരു ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ അവയർനെസ് നമ്മുടെ കുടുംബങ്ങളിൽ നടത്തുക, റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുക, അയൽക്കൂട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുക. താഴെ തട്ടിലാണ് ഇതിനെതിരെയുള്ള ഒരു അവയർനെസ് ക്ലാസുകൾ നടക്കേണ്ടത്. പക്ഷെ അത് പലയിടത്തും നടക്കുന്നില്ല. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ആ അച്ഛനും അമ്മയ്ക്കും മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നു. ഒരു 16, 18, 20 വയസ്സായിട്ടല്ല, അതിനേക്കാൾ മുൻപേ ഉള്ള ഒരു അപകട സാധ്യതയുണ്ടെന്നും അതിലേക്ക് ചെന്ന് തലവെച്ച് കൊടുക്കുന്നു. നമ്മുടെ വീടുകളിലാണ് ഇതിന് കൃത്യമായ ഒരു ക്ലാസ് നടക്കേണ്ടത്. ഇന്ന് ദൗർഭാഗ്യവശാൽ അത്തരത്തിലല്ല നടക്കുന്നത്. ഇതൊക്കെ ഒരു വഴിപാട് പോലെ കുറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് ചോദിച്ചാൽ അതിലൊരു ചെറിയ ശതമാനം മാത്രമേ അതിന് റിസൾട്ട് ഉള്ളൂ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ CB വിജയകുമാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ലഹരി ഉപയോഗം അത് കേരളത്തിൽ കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിന് എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഈ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന ഒരു കാര്യം. കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകി വരണം. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ഇത്തരത്തിലുള്ള ടെംപ്റ്റേഷൻസ്, ഈ ഒരു ലഹരി ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ ഒഴിവാക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നതും. തിരുവനന്തപുരത്താണ് ഇപ്പോൾ വലിയൊരു ലഹരിവേട്ട നടന്നിരിക്കുന്നത്. 2 ഡോക്ടർമാരും 2 യുവതികളും അടക്കം IT ജീവനക്കാരും അടക്കം 7 പേരടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രതികളുടെ 2 കാറുകളും ബൈക്കുകളും 10 മൊബൈൽ ഫോണുകളും പിടികൂടുകയും അതേസമയം പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇടവേള. നന്നായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക, ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും.
ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല. ഇത്തരം രീതികളോട് അവർക്ക് താല്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് ജെൻസിക്കിടയിൽ ഒരു സർവേ നടത്തി. അതിൽ 52% പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി. ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു: കോൺഷ്യസ് അൺബോസിംഗ്. അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം. കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ്. ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം, സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല. മറിച്ച് ജോലി, ജീവിത ബാലൻസ്, മാനസികാരോഗ്യം, സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും 69% ജെൻസികളും പങ്കുവച്ചു. ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത്. 72% പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജെൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികകളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും 63% പേരും പങ്കുവച്ചു. കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത്. പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം. ശബരിമലയിൽ കൂടുതൽ കൊള്ള നടന്നതിന്റെ തെളിവുകൾ പുറത്ത്. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ള നടത്തി. 7 പാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞിരുന്ന സ്വർണവും തട്ടിയെടുത്തുവെന്ന് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട്. രജീഷ്, തീർത്തും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള നമുക്കറിയാം, ഇത്രയും നാൾ പറഞ്ഞിരുന്നത് പോലെയൊന്നുമല്ല. കൂടുതൽ തെളിവുകളൊക്കെ പുറത്തു വരികയാണ്. ഇപ്പോൾ കൂടുതൽ കൊള്ള അത് ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാവുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ സ്വർണം ഇതുമായി ബന്ധപ്പെട്ട് മോഷണം പോയിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ഇതുമായി ബന്ധപ്പെട്ട് കൊള്ളയടിച്ചുവെന്നാണ്. 7 പാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചത്. കട്ടിളപ്പാളിയിലേക്ക് മുകളിലുള്ള ശിവരൂപം, വാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും ഇതുമായി ബന്ധപ്പെട്ട് തട്ടിയെടുത്തു എന്നാണ് SIT കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തലാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ കട്ടിലപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണ്ണമാണ് മോഷണം പോയതെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സ്വർണം അവിടെ നിന്നും മോഷണം പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവരൂപത്തിലെയും വാളി രൂപത്തിലെയും പൊതിഞ്ഞ സ്വർണമാണ് കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചെന്ന് അവിടെ വെച്ചാണ് ഈ വേർതിരിച്ചതുമാണ് SIT സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തെക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്താനുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് അധിക സ്വർണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നും SIT സംഘം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പണിക്കൂലിയായി എടുത്ത സ്വർണം കേസിലെ പ്രതികളായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി SITക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. 109.243 ഗ്രാം സ്വർണമാണ് SITക്ക് കൈമാറിയിട്ടുള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഓരോ ദിവസം കഴിയുമ്പോഴും അതിന്റെ വ്യാപ്തി വ്യക്തമാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രജീഷ്, അതേസമയം തന്നെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ നിരന്തരമായ ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു കേസൊക്കെ മുന്നോട്ട് പോവുക? കാരണം ഇത്രയും വ്യാപ്തി കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള ഈ കേസിൽ ഓരോ ദിവസവും കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യാൻ നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അന്വേഷണ സംഘം ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ഈ ഡൽഹിയിലെ യാത്രകളെ കുറിച്ചും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചകളെ കുറിച്ചും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഈ വിഗ്രഹമോഷണ കള്ളക്കടത്ത് സംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന തരത്തിലേക്കുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻ CEO
എന്നിവരെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി കൂടാതെ തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയെയും ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പം ഇരുത്തിയും അല്ലാതെ ഒറ്റക്കൊറ്റയ്ക്കുള്ള ചോദ്യം ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് SIT സംഘം ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ വ്യാപ്തി തെളിവാക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ കൂടുതൽ കൊള്ള നടന്നതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ള നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. 7 പാളികളെ സ്വർണമാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപത്തിലെയും വ്യാളി രൂപത്തിലെയും പൊതിഞ്ഞിരുന്ന സ്വർണവും തട്ടിയെടുത്തുവെന്നാണ് ഇപ്പോൾ SIT സംഘം കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നതും. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തേക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്താനുണ്ടെന്നും അതേസമയം തന്നെ അധിക സ്വർണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദില്ലി യാത്രയെക്കുറിച്ച് SITക്ക് മൊഴി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ദില്ലിയിൽ വെച്ച് സോണിയാഗാന്ധിയെ കണ്ടതിനെക്കുറിച്ചുള്ള മൊഴി ആണ് നൽകിയിരിക്കുന്നതും. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയുമാണ് SIT സംഘം. ഇതിനിടെ തന്നെ കോൺഗ്രസ് മുൻ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധിയെ കണ്ടതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് സോണിയയെക്കുറിച്ച് ദില്ലിയിലെത്തി കണ്ടതിനെക്കുറിച്ചൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞത് ചാനലുകളിലൂടെ മാത്രമെന്ന് അടൂർ പ്രകാശ് MP. തനിക്ക് യാതൊരു അറിവുമില്ല, തന്നെ വിളിപ്പിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നും അത് മാധ്യമങ്ങളെ അറിയിക്കുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപക്ഷേ ഞങ്ങളെയൊക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ SITയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭയവും ഇല്ല. അങ്ങനെയാണ് ഭയമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഈ പറയുന്നത് കേട്ടാൽ ചാനലിൽ വന്ന വാർത്തകളൊക്കെ കണ്ടാൽ ഒരുപക്ഷെ എന്നെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് ചാനലിലെ വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത്. ഞാൻ എന്തായാലും SITയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ, മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി വിവരങ്ങൾ അറിയിക്കും. അവർ നിങ്ങളെ കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കാലേ കൂട്ടി അറിയിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.